ഹലോ, വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത് ഇത് എല്ലാവർക്കും മനസ്സിലായ കണ്ടിട്ട് ഈ ഫ്ലവർ കലാത്തിയ പ്ലാന്റാണേ. അതിൻ്റെ ഫ്ലവറാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. എല്ലാത്തിലും ഫ്ലവറായി നിൽക്കുകയാണ്. ഇത് കുറേ ദിവസം നിൽക്കും, വാടിപ്പോവാതെ അങ്ങ് നിൽക്കും. ഇങ്ങനെയാണ് എൻ്റെ ഫ്ലവർ. ഈ പ്ലാന്റ്സിന് നല്ല തണുപ്പാണ് ഇഷ്ടം. ഇപ്പം മഴയായപ്പോൾ മഴ കഴിഞ്ഞപ്പോൾ നല്ല പുഷ്ടിയായിട്ട് നിൽക്കുന്നുണ്ട്. നല്ല ഇതായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് ഈ പ്ലാന്റ്സ് ഇപ്പം നിൽക്കുന്നുണ്ടേ. കണ്ട നല്ല ഭംഗിയില്ലേ. ഇതിൻ്റെ ഈ ലീഫിനൊക്കെ വേറൊരു കളറാണ് ഈ ഇല. ഇത് പെട്ടെന്ന് തന്നെ നിറയെ നല്ല ബുഷിയാവും. നിറയെ തൈകളൊക്കെ വരുന്ന ഒരു പ്ലാന്റാണ്. ഇനി വെയിലൊട്ടും പറ്റൂല. വെയിലടിക്കുമ്പോൾ എൻ്റെ ലീഫെല്ലാം കരിഞ്ഞു പോകും. ഇത് പോട്ട് ചെയ്യണ രീതി മണ്ണും മണലും വെള്ളം കെട്ടിക്കിടക്കണ മണ്ണ് ഇതിന് പറ്റൂല. ലൂസായിട്ടുള്ള പോട്ടിംഗ് മിക്സാണേ. മണലാണ് കൂടുതലും ചേർക്കാൻ. മണൽ, പെർലൈറ്റ്, ചാണകപ്പൊടിയും സാഫും കൂടെ ചേർത്തിട്ട് ഈ പ്ലാന്റ്സ് നട്ടു വയ്ക്കാം. നിറയെ പെട്ടെന്ന് തന്നെ നല്ല ബുഷിയാവുകയും ചെയ്യും. നിറയെ തൈകൾ പൊട്ടി വരും. ഇത് നമുക്ക് ഇൻഡോറായിട്ടും വയ്ക്കാം. സൈഡിൽ വെച്ച് കൊടുത്താൽ മതി. ഷെയ്ഡിൽ വെയിലില്ലാത്ത ഭാഗത്ത് എവിടെ വേണമെങ്കിലും വയ്ക്കാം. നല്ല ഭംഗിയുള്ള പ്ലാന്റ്സാണ്. നല്ല സിൽവർ കളറായിട്ട് അടിയിൽ വേറൊരു കളറുമായിട്ട് നല്ല ഭംഗിയായിട്ട് നിൽക്കും. ഇഷ്ടമായ കലേഡിയം പ്ലാന്റ് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട്. മഴ കിട്ടിയപ്പോഴാണ് ഇത്രയും നല്ല പുഷ്ടിയായിട്ട് നന്നായിട്ട് നിൽക്കുന്നത് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് സാഫുത്തി ഇതിനും എത്തി കൊടുക്കണം. സാബ് പിന്നെ NPK വളമായിട്ട് NPK സ്പ്രേ ചെയ്ത് കൊടുക്കാം. ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം ഇടയ്ക്കിടയ്ക്ക് എത്തി. വലിയ പരിചരണം ഒന്നും വേണ്ട ഇതിന്. വെള്ളമൊക്കെ തണലത്തിരിക്കുന്നത് കൊണ്ട് വല്ലപ്പോഴും കൊടുത്താൽ മതി. ഇത് നട്ട് വളർത്താൻ എളുപ്പമാണ്. ഇഷ്ടമായ? ഓക്കേ.